മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം കേരളത്തിലെ സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല എന്നിവയിലേക്കുള്ള വൈസ് ചാൻസലർ നിയമനം അതിസങ്കീർണമായ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഒരു സർവകലാശാലയുടെയും ചരിത്രത്തിൽ ഇതുപോലെയുള്ള ഒരു നീക്കം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ സവിശേഷതയായ സാഹചര്യങ്ങൾ അനുസരിച്ച് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ചാൻസലറായ ഗവർണറും അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റും തമ്മിൽ വൈസ് ചാൻസലർ നിയമനത്തിലുണ്ടായ അഭിപ്രായ സംഘടനകളാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ അധികാരത്തിൽ വന്ന ബഹുമാനപ്പെട്ട ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ സർവകലാശാലകളുടെ ഭരണത്തിൽ കാര്യമായി അദ്ദേഹത്തിന് നിക്ഷിപ്തമായ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇടപെട്ടുകൊണ്ടിരുന്നു. ആ ഘട്ടത്തിലാണ് സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പിണറായി സർക്കാരുമായി ഉണ്ടായത്. സർവകലാശാലകൾ പൊതുവെ സ്വയംഭരണാധികാരമുള്ള സ്ഥാപനങ്ങളാണ്. അവിടുത്തെ ഭരണത്തിൽ നേരിട്ട് ഒരു സർക്കാരിനും രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആർക്കും തന്നെ ഇടപെടാൻ പാടില്ല എന്നതാണ് അലിഖിതമായ നിയമം. അത് സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇന്ത്യയിലെ സകല സർവകലാശാലകളെയും അക്കാദമികമായി നിയന്ത്രിക്കുന്ന യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ 14 സർവകലാശാലകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേക നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ തന്നെ കേരളത്തിലെ നിയമസഭ കാലാകാലങ്ങളിൽ പാസ്സാക്കിയെടുത്തിട്ടുള്ള ബില്ലുകൾ പിന്നീട് ആക്റ്റായി രൂപപ്പെട്ടതാണ്. അതിലെല്ലാം സർവകലാശാലയിൽ വൈസ് ചാൻസലർ ഒഴിവ് വന്നാൽ അവരെ എങ്ങനെ നിയമിക്കണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ വ്യവസ്ഥകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു സെർച്ച് കമ്മിറ്റി ആദ്യമായി രൂപീകരിക്കുകയും ആ സെർച്ച് കമ്മിറ്റി യോഗ്യരായിട്ടുള്ള അക്കാദമിക ഉയർന്ന നിലവാരമുള്ള ആളുകളെ കണ്ടെത്തി ഒരു പാനൽ തയ്യാറാക്കി ആ പാനൽ ചാൻസലർക്ക് സമർപ്പിക്കുകയും ചാൻസലർ അതിൽ നിന്ന് ഏറ്റവും യോഗ്യനായ ആളിനെ വൈസ് ചാൻസലറായി നിയമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതായിരുന്നു ദശാബ്ദങ്ങളായി കേരളത്തിലെ പ്രത്യേകിച്ചും സാഹചര്യങ്ങളിൽ എല്ലാ സർക്കാരുകൾ അധികാരത്തിൽ ഇരുന്നപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ തന്നെ സെർച്ച് കമ്മിറ്റിയുടെ രൂപീകരണം തന്നെ വളരെ വ്യക്തമായി നിർവഹിച്ചിട്ടുണ്ട് ഈ സർവകലാശാല നിയമങ്ങളിൽ. ആ സെർച്ച് കമ്മിറ്റിയുടെ ഘടനയെ സംബന്ധിച്ച് UGCയും അംഗീകാരം നൽകിയിട്ടുള്ളതാണ്. അതനുസരിച്ച് സെർച്ച് കമ്മിറ്റിയിൽ ചാൻസലറായ ഗവർണറുടെ ഒരു പ്രതിനിധി, UGCയുടെ ഒരു പ്രതിനിധി, മൂന്നാമതായി അതാത് സർവകലാശാല സമിതികൾ തെരഞ്ഞെടുക്കുന്ന ഒരു പ്രതിനിധി, അങ്ങനെ 3 അംഗ സെർച്ച് കമ്മിറ്റിയാണ് ഏത് സർവകലാശാലയിൽ വൈസ് ചാൻസലർ ഒഴിവ് വന്നാലും വൈസ് ചാൻസലറെ കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത്. അവിടെയൊന്നും സർക്കാരിന് നേരിട്ട് ഇടപെടാൻ യാതൊരു സാധ്യതയുമില്ല. അത് അങ്ങനെ ഉദ്ദേശിക്കുന്നുമില്ല. സർക്കാരുകൾ മാറി മാറി വരുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളാണ്. അപ്പോൾ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഒന്നും തന്നെ സർവകലാശാല ഭരണത്തിൽ ഇടപെടാൻ പാടില്ല എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള ഒരു സെർച്ച് കമ്മിറ്റിയുടെ ഘടന നിർണയിച്ചിട്ടുള്ളത്. എന്നാൽ എന്തിനു പറയട്ടെ, കഴിഞ്ഞ 2 തവണയായി 10 വർഷങ്ങളായി, അതായത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാരിന് താല്പര്യമുള്ള ആളുകളെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന താല്പര്യം CPM-നും അതുപോലെ തന്നെ CPM നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള സർക്കാരിനും അതുപോലെ തന്നെ CPM-ന് മുൻതൂക്കമുള്ള സർവകലാശാല സമിതികളും ആഗ്രഹിച്ചു എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സർവകലാശാലയുടെ താല്പര്യം ഹനിക്കുകയും സർക്കാരിന്റെ താല്പര്യവും മേൽക്കോയ്മ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അവിടെ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർ നിയമിക്കപ്പെടുന്നത് ഒരിക്കലും ആശാസ്യമല്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ വിദഗ്ധന്മാർ എടുത്തിരിക്കുന്ന നിലപാട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കേരളത്തിൽ സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും വൈസ് ചാൻസലർ നിയമനത്തിനായി നടപടികൾ സർക്കാർ നിയമമനുസരിച്ച് ചാൻസലറും സ്വീകരിച്ചപ്പോൾ അവിടെ ഉണ്ടായ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഗവർണർ ഇക്കാര്യത്തിൽ ചാൻസലർ ഇക്കാര്യത്തിൽ ഇടപെടുന്നു എന്നതിൽ
താല്പര്യക്കുറവുള്ള സർവകലാശാലകളുടെ ഇടതുപക്ഷ ഭൂരിപക്ഷമുള്ള സമിതികളൊന്നും തന്നെ സെർച്ച് കമ്മിറ്റിയിലേക്ക് ആ സർവകലാശാലയുടെ പ്രതിനിധികളെ നിയോഗിച്ച് അയച്ചില്ല. അത് മനഃപൂർവ്വമായി ഈ സമിതികൾ ചെയ്തതാണ്. കാരണം ചാൻസലർ ഈ കാര്യത്തിൽ ഇടപെടുന്നത് അവർക്ക് തൃപ്തികരമല്ല. അതോടൊപ്പം തന്നെ സർക്കാർ ഇടപെടണം എന്നവർക്ക് ആഗ്രഹവുമുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയും ആ തരത്തിൽ ഒരു സംഘർഷാവസ്ഥ അല്ലെങ്കിൽ ഒരു അസന്നിഗ്ധാവസ്ഥ ഉണ്ടാകണമെന്ന് ഒരുപക്ഷെ ബോധപൂർവമായി തന്നെയാണ് ഈ സർവകലാശാല സമിതികൾ ഒന്നും തന്നെ സർവകലാശാലയുടെ പ്രതിനിധിയെ സെർച്ച് കമ്മിറ്റിയിലേക്ക് നാമനിർദ്ദേശം ചെയ്തോ തെരഞ്ഞെടുത്തോ അയക്കാതിരുന്നത്. അപ്പോൾ ഫലത്തിൽ UGCയുടെ പ്രതിനിധി ഉണ്ടെങ്കിലും ചാൻസലറുടെ പ്രതിനിധി ഉണ്ടെങ്കിലും മൂന്നാമത്തെ പ്രതിനിധിയായ സർവകലാശാലയുടെ പ്രതിനിധി ഇല്ലെങ്കിൽ സാങ്കേതികമായി ആ സെർച്ച് കമ്മിറ്റിക്ക് പ്രസക്തിയില്ല. അങ്ങനെ വന്ന ഒരു പ്രതിസന്ധി വന്നപ്പോഴാണ് കേരളത്തിലെ നിയമസഭ കൂടി കേരള സർക്കാർ ചില പുതിയ നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് വന്നു. അതായത് ചാൻസലറെ ഗവർണറായിരിക്കുന്ന ആൾ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനായി ബോധപൂർവം കേരള സർക്കാർ നിയമസഭയിൽ നിയമം കൊണ്ട് പാസാക്കി. എന്നാൽ അത് പാസാക്കിയാൽ തന്നെയും ബില്ല് പാസാക്കിയാലും അതിന് നിയമം അനുസരിച്ച് അംഗീകാരം കൊടുക്കേണ്ടത് ഗവർണറാണ്. എന്നാൽ ഗവർണറെ മാറ്റുന്നു എന്ന ഒരു കാരണം ചൂണ്ടിക്കാട്ടി അതിനോട് യോജിക്കാതെ നേരത്തെ ഗവർണറായിരുന്ന ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനും ഇപ്പോൾ ഗവർണറായിരിക്കുന്ന ശ്രീ ആർലേക്കറും അതിനോട് യോജിക്കാതെ ഈ വിഷയത്തിൽ കാലതാമസം ഉണ്ടാവുകയും ഈ ബില്ലുകൾ കുറെ നാളുകളായി ഈ ലോകഭവനിൽ പിടിച്ചു വെക്കുകയും ചെയ്തു. എന്നാൽ നിയമം അനുസരിച്ച് ഒന്നുകിൽ ഗവർണർ ഇതിനെ അനുകൂലിക്കണം, അല്ലെങ്കിൽ അത് തിരിച്ചയക്കണം, അല്ലെങ്കിൽ മൂന്നാമത് ഗവർണർക്ക് ചാൻസലർ എന്ന രീതിയിൽ കൂടിയല്ലാതെ ഗവർണർ എന്ന രീതിയിൽ ചെയ്യാവുന്നത് ഈ ബില്ലുകൾ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് സ്വീകാര്യമല്ല എന്ന് തോന്നിയാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വിടണം. അങ്ങനെ വിട്ടതിന്റെ ഫലമായി ഈ ബില്ലുകളെല്ലാം കാലക്രമേണ തക്ക സമയത്ത് അംഗീകാരം ലഭിക്കാത്തതിന്റെ ഫലമായി മരവിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഉടനെ തന്നെ കേരള സർക്കാർ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ച് സുപ്രീം കോടതിയെ സമീപിച്ച് ഇതിന് പ്രശ്നപരിഹാരം ഉണ്ടാക്കാനായി ശ്രമിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുൻപൊരിക്കലും ഉണ്ടാകാത്ത വിധം കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ സർവകലാശാല ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്ത വിധം ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനായി ഒരു സെർച്ച് കമ്മിറ്റിയെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സുപ്രീം കോടതി നിയോഗിച്ചു. ആ സെർച്ച് കമ്മിറ്റി സാങ്കേതികമായി പറഞ്ഞാൽ UGCയുടെ ചട്ടം അനുസരിച്ചുള്ള ഒരു സെർച്ച് കമ്മിറ്റി അല്ല. ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനും 2 ഇന്ത്യയിലെ പ്രശസ്തരായിട്ടുള്ള വിദ്യാഭ്യാസ വിദഗ്ധരുമാണ് ആ സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി നിയോഗപ്രകാരം ഉണ്ടായിരുന്നത്. അവിടെയും UGCയുടെ പ്രതിനിധി ഇല്ല എന്ന് പറയുന്ന ഒരു വലിയ പോരായ്മ അതിനകത്തുണ്ട്. സർവകലാശാലയുടെ പ്രതിനിധിയില്ല. അപ്പോൾ നിലവിലിരിക്കുന്ന ചട്ടം അനുസരിച്ചും UGCയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചും അല്ലാതെയുള്ള ഒരു ഈ പറയുന്ന സെർച്ച് കമ്മിറ്റിക്ക് എത്രമാത്രം നിയമപരമായ സാധുതയുണ്ട് എന്ന ചോദ്യം സർക്കാർ ഉന്നയിച്ചു, വിദ്യാഭ്യാസ വിദഗ്ധന്മാർ ഉന്നയിച്ചു. അതായത് സ്വതന്ത്ര അധികാരമുള്ള സ്വാശ്രയ അധികാരമുള്ള സർവകലാശാലയിൽ അങ്ങനെ സുപ്രീം കോടതി വൈസ് ചാൻസലർ നിയമനത്തിൽ ഇടപെടുന്നത് ആശാസ്യമല്ല, അത് നല്ല കീഴ്വഴക്കമാവുകയില്ല എന്നൊക്കെയുള്ള വിമർശനം വന്നു. ആ വിമർശനമൊക്കെ നിലനിൽക്കെ തന്നെ ഈ സുധാംശു ശുരിയ എന്ന് പറയുന്ന ഒരു സുപ്രീം കോടതി റിട്ടയർഡ് ജസ്റ്റിസ് അധ്യക്ഷനായി അവർ ഈ രൂപീകരിക്കപ്പെട്ട ഒരു സെർച്ച് കമ്മിറ്റി വൈസ് ചാൻസലർ നിയമനവുമായി മുന്നോട്ട് പോയി അപേക്ഷ ക്ഷണിച്ചു. ഏതാണ്ട് 85ഓളം ആളുകൾ 2 വൈസ് ചാൻസലർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചു. അത് തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം അതിലൊരു 75% ആളുകളെ മുഖാമുഖത്തിന് വിളിച്ചു. അങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കി ഈ സുധാംശു ധൂലിയ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജി സർക്കാരിനെ ഏൽപ്പിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത് ഈ സെർച്ച് കമ്മിറ്റി, സുപ്രീം കോടതി രൂപീകരിച്ച സെർച്ച് കമ്മിറ്റി ഒരു യോഗ്യരായിട്ടുള്ളവരുടെ പട്ടിക തയ്യാറാക്കിയിട്ട് അത് അക്ഷരമാല ക്രമത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രിയെ ഏൽപ്പിക്കണം. എന്നിട്ട് സംസ്ഥാന മുഖ്യമന്ത്രി അതിൽ നിന്ന് യോഗ്യരായിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിന് യോഗ്യരെന്ന് തോന്നുന്ന ആളുകളുടെ പട്ടിക ചാൻസലർക്ക് നൽകണം.
മുൻഗണനാക്രമത്തിലുള്ള ആ പട്ടിക നോക്കി ചാൻസലർ നിയമിക്കണം എന്നുകൂടി സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നു. അതിൻ പ്രകാരം ഈ സുപ്രീം കോടതി നിയോഗിച്ച സെർച്ച് കമ്മിറ്റി കണ്ടെത്തിയതായിട്ടുള്ള ആളുകളുടെ പട്ടിക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു. മുഖ്യമന്ത്രി അത് അദ്ദേഹത്തിൻ്റെയും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെയും താല്പര്യപ്രകാരം അതിലൊരു മുൻഗണന നിശ്ചയിച്ചുകൊണ്ട് ഒരു പട്ടിക ചാൻസലർക്ക് കൊടുത്തു. എന്നാൽ ചാൻസലർ ആകട്ടെ ആ പട്ടിക അംഗീകരിക്കാൻ അതേപടി തയ്യാറായില്ല. അദ്ദേഹം ആദ്യം അതിന് തടസ്സവാദം ഉന്നയിച്ചത് ഈ മുഖ്യമന്ത്രി മുൻഗണന കൊടുത്ത് വെച്ചിരിക്കുന്ന ആളുകളുടെ വിദ്യാഭ്യാസ യോഗ്യത മറ്റു കാര്യങ്ങളെല്ലാം വിശദമായി കാണിക്കണം, അതിനുശേഷം പരിശോധിച്ചതിന് ശേഷമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഗവർണർ ആ ഫയൽ കുറച്ച് കാലതാമസം വരുത്തി. എന്നാൽ വേണ്ട രീതിയിൽ കേരളത്തിന്റെ ഗവൺമെന്റ് തക്കതായി ഉടനെ പ്രതികരിച്ചില്ല. വീണ്ടും സംഗതി കുറെ കൂടെ ഗൗരവത്തിൽ വരികയും സങ്കീർണമാവുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണത്തിൽ അവർ നിർദ്ദേശിച്ചു, ഈ ഒരു പ്രതിസന്ധിയിൽ പരിഹാരമായി ചാൻസലറായിട്ടുള്ള ഗവർണറും ഗവൺമെന്റും തമ്മിൽ ഒരു സമവായത്തിലെത്തി ഒട്ടും വൈകാതെ തന്നെ രണ്ട് സ്ഥലത്തും, അതായത് സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും വൈസ് ചാൻസലറെ നിയമിക്കണം. അപ്പോൾ ആ സമവായം ഉണ്ടാകുന്നതിനുള്ള ചർച്ചയാണ് 2 ദിവസം മുമ്പ് ലോക്ഭവനിൽ നടന്നത്. സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിയമമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ബഹുമാനപ്പെട്ട ടി രാജീവും അതുപോലെ ഡോക്ടർ ആർ ബിന്ദുവും ഇന്നലെ ഗവർണറുമായി ചർച്ച നടത്തി ഈ വിഷയത്തിൽ. എന്നാൽ ഗവർണർ നിശ്ചയിച്ച ആളിൽ ഡോക്ടർ സീസ തോമസ് എന്ന് പറയുന്നതായിട്ടുള്ള സർക്കാർ നിർദ്ദേശിക്കാത്ത ഒരാളെയാണ് ഗവർണർ ഈ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് നിയോഗിക്കാൻ താല്പര്യപ്പെട്ടത്. അതുപോലെ തന്നെ ഗവൺമെന്റ് നൽകിയതായിട്ടുള്ള 2ാമത്തെ പേരും ഗവർണർ സ്വീകരിക്കാതെ മറ്റൊരു പേരെ നിർദ്ദേശിച്ചപ്പോൾ ഈ സംഘടന മൂർധന്യത്തിലായി. അങ്ങനെ വന്ന വിഷയം വീണ്ടും സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന ദിവസം നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുന്നെങ്കിൽ നിങ്ങൾ വീണ്ടും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ വിവരം അറിയിക്കണം. അറിയിച്ചു കഴിഞ്ഞാൽ കോടതി നേരിട്ട് ഇടപെട്ട് വൈസ് ചാൻസലറെ നിയമിക്കുമെന്ന്. അതിനായി നിശ്ചയിച്ചിരുന്ന ദിവസം ഇന്നായിരുന്നു. അതിൻ പ്രകാരം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ കേസ് പരിഗണനയ്ക്കെടുക്കുകയും ഇന്ന് അസാധാരണമായി അപ്രതീക്ഷിതമായ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഓരോ പേരുകൾ സീൽ വെച്ച കവറിൽ ഈ സുധാംശു ശൂലിയ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അധ്യക്ഷനായിരുന്ന സെർച്ച് കമ്മിറ്റി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നേരിട്ട് കൊടുക്കണമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ബുധനാഴ്ച അന്തിമ തീരുമാനമുണ്ടായി സുപ്രീം കോടതി തന്നെ വൈസ് ചാൻസലർമാരെ നിയമിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്യും എന്നാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേൾക്കുന്നത്. ഇത് ധാരാളം വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. കാരണം സർവകലാശാലയുടെ സ്വയംഭരണാവകാശമുള്ള സർവകലാശാലകളുടെ വൈസ് ചാൻസലറെ നിയമിക്കുന്നത് ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്തതാണ്. സുപ്രീം കോടതി നേരിട്ടിടപെട്ട് വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ അനുസരിച്ച് തന്നെ വേണം, മുൻകാലങ്ങളിൽ എങ്ങനെ നടന്നോ അതനുസരിച്ച് തന്നെ വേണം വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ. അല്ലാതെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന ഒരു പുതിയ കീഴ്വഴക്കം സൃഷ്ടിക്കുന്നത് ദൂരവ്യാപകങ്ങളായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുമെന്നുള്ള വലിയ ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആകെ ഒരു ഊരാക്കുടുക്കിലാണ്. സർക്കാരിന്റെ അധികാരം നഷ്ടപ്പെടുന്നു, ചാൻസലറുടെ അധികാരവും നഷ്ടപ്പെടുന്നു. അങ്ങനെ രണ്ടു കൂട്ടർക്കും സ്വീകാര്യമല്ലാത്ത മൂന്നാമതൊരു ഏജൻസി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നു. അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണ്? ആ കൂട്ടത്തിൽ പറയട്ടെ, UGCയും ഈ ഒരു നടപടിയിൽ തൃപ്തരല്ല. അവർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അവരുടെ പ്രതിനിധി ഉൾപ്പെടുന്ന സെർച്ച് കമ്മിറ്റി ആയിരിക്കണം. സുപ്രീം കോടതിയോ മറ്റു കോടതികളോ അല്ല സർവകലാശാലകളുടെ വൈസ് ചാൻസലറെ നിയമിക്കുന്നത്. കേരളത്തിൽ അങ്ങനെ ഒരു പുതിയ കീഴ്വഴക്കം സൃഷ്ടിച്ചാൽ ഇന്ത്യയിൽ ആകമാനമുള്ള എല്ലാ സർവകലാശാലകളിലും ഇതുപോലെ പ്രതിസന്ധികൾ ഉണ്ടാകും എന്ന ആശങ്ക UGC പുറപ്പെടുവിച്ചിട്ടുണ്ട്. വലിയ പല കോണുകളിൽ നിന്ന് അത് വരുന്നുണ്ട്. അതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ ഈ 2 സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനം ഇപ്പോഴും അനിശ്ചിതാവസ്ഥയിൽ തുടരുന്നു. ഭരണ പ്രതിസന്ധിയുണ്ട്. കൂട്ടത്തിൽ പറയട്ടെ, കേരളത്തിലെ മറ്റ് 10
സർവകലാശാലകളുടെയും സ്ഥിതി ഇതാണ്. ഒരിടത്തും പൂർണ്ണസമയ സർവകലാശാലയില്ല. 14 സർവകലാശാലകളിൽ 2 മാത്രമേ സർവകലാശാല ചട്ടമനുസരിച്ചുള്ള വൈസ് ചാൻസലർമാർ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ ഈ 2 ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് മറ്റ് സർവകലാശാലകളിലും നിയമനം നടക്കുകയുള്ളൂ. ഈ വൈസ് ചാൻസലർ ഇല്ലാത്തതിൻ്റെ യഥാർത്ഥത്തിലുള്ള ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത് നിഷ്കളങ്കരായ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ് എന്ന കാര്യം വളരെ ഗൗരവമുള്ളതാണ്. അത് ഈ വിഷയത്തിന്റെ സങ്കീർണതയും ആശങ്കയും പൊതുസമൂഹത്തിൽ വല്ലാതെ അങ്കലാപ്പുണ്ടാക്കിയിരിക്കുന്നു എന്ന ഒരു വസ്തുതയും നമ്മൾ കാണാതെ പോകരുത്. എന്തായാലും വ്യവസ്ഥാപിതമായ മാർഗമനുസരിച്ച് അക്കാദമിയോ വിദഗ്ധരായിട്ടുള്ള ആളുകൾ തന്നെ വൈസ് ചാൻസലർ ആകുവാൻ ജനാധിപത്യ സമ്പ്രദായം അനുസരിച്ച് തന്നെയുള്ള ഒരു നിയോഗമാണ് ഉണ്ടാകേണ്ടത്. അതിനകത്ത് കോടതി നേരിട്ടിടപെട്ട് വൈസ് ചാൻസലറെ നിയമിക്കുന്നത് നിലവിലുള്ള സംവിധാനത്തിന് ചേരുന്നതാണോ എന്ന കാര്യത്തിൽ വളരെ സംശയമുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ വരും ദിവസങ്ങളിൽ ബുധനാഴ്ചയോടുകൂടി ഒരു അന്തിമ തീരുമാനമുണ്ടാകും. അത് തുടർന്നും ഒരു നീണ്ട നിയമ യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് പോലും ഭയപ്പെടുന്നുണ്ട്, സംശയിക്കുന്നുണ്ട്. ഏതായാലും 3-4 ദിവസം കൂടെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിയമന വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്.